വെൽക്കം ബാക്ക് ഡി എച്ച് അർജുൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്പനയിൽ കണ്ടുപോലെ തന്നെ അതുപോലെ ടൈറ്റിലും കണ്ടു കാണുമല്ലോ. ഞാനല്ല നിർത്താൻ പോവുക എന്നല്ലേ ടൈറ്റിലും ആൻഡ് തമ്പനയിലും കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത്. പക്ഷേ അത് നിങ്ങൾക്ക് പെട്ടെന്നൊരു ഇവ നിർത്താൻ പോകുന്നു കേട്ടപ്പോൾ എനിക്കെന്തോ ഇതില്ലേ, അത് ഞാൻ റീച്ചില്ലെങ്കിലും എൻ്റെ ചാനൽ കുറച്ചൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ചെറിയ വിഷമം കാണും എന്ന് തോന്നുന്നു എന്ന് മാത്രം ഞാൻ പറയുന്നു. പക്ഷേ നിർത്താൻ പോകുന്നില്ല. നേരത്തേക്കാളും രണ്ടിരട്ടി പവറായിട്ട് തിരിച്ചു വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ബ്രേക്ക് എടുത്തത്. നിങ്ങളിപ്പോൾ എൻ്റെ ചാനൽ തുടർച്ചയായി ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ കഴിയും, ഭയങ്കര ഡിലേ ആണ്. ഓക്കെ, വീഡിയോ ഒക്കെ ഇടുന്നത് ഭയങ്കര ലാഗാണ്. മീൻസ് എന്താ പറയുക, സൗണ്ട് മാറ്റിയിട്ടൊക്കെ ഓരോ വീഡിയോസ് ഇട്ട് നോക്കും, അതിലൊന്നുമില്ല. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം ആ വീഡിയോയ്ക്ക് വേണം, ആ വീഡിയോയിൽ കണ്ടൻറ്റ് വേണം. പക്ഷേ ആ സംഭവം ആ വീഡിയോ കിട്ടുന്ന ആ ഒരു റീച്ച് എനിക്കറിയാം. ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ക്ലിക്ക് ആവണമെങ്കിൽ ഒരു നല്ല ഹാർഡ് വർക്ക് ചെയ്താലേ കഴിയുള്ളൂ. പക്ഷെ എനിക്ക് നേരത്തെ ഒരു ചാനൽ ഉണ്ടായിരുന്നു, അതിനെ പറ്റിയെല്ലാം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ ആ വീഡിയോ ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കാം. ഞാനിപ്പം കാര്യത്തോട്ട് കിടക്കാം. ഞാൻ കുറേ കഷ്ടപ്പെട്ട് സൗണ്ട് മാറ്റി വീഡിയോ ചെയ്യുന്നു, കണ്ടൻറ്റ് മാറ്റി വീഡിയോ ചെയ്യുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല. കാരണം അത് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി നിങ്ങൾ കഷ്ടപ്പെട്ടിരുന്ന് എഡിറ്റ് ചെയ്ത് നെറ്റില്ലാത്തടുത്ത് നെറ്റൊക്കെ ചാർജ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് അതിനൊരു നമ്മൾ പ്രതീക്ഷിക്കാത്ത റീച്ച് വരും വരെ നിങ്ങൾക്ക് ആ വിഷമം മനസ്സിലാകത്തുള്ളൂ. മനസ്സിലായില്ലേ? ഞാൻ എത്ര വീഡിയോ ഇട്ടു, എനിക്ക് എൻ്റെ മറ്റേ പഴയ ചാനൽ എന്നെ അടിച്ചുപോയെന്നല്ല, എൻ്റെ യൂട്യൂബ് എടുത്ത് കളഞ്ഞ ചാനൽ കോപ്പറേറ്റ് കിട്ടി, കുറേ വീഡിയോക്ക് കോപ്പറേറ്റ് കിട്ടി എടുത്ത് കളഞ്ഞ ഒരു ചാനലുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ആ ചാനലിന് ഞാൻ 27 വീഡിയോ ഇട്ടത് എനിക്ക് 130 സബ്സ്ക്രൈബ് അടിച്ചു. പക്ഷെ ഇതിൽ 100 വീഡിയോ ഒക്കെ കഴിഞ്ഞ്, എന്നിട്ടും സബ്സ്ക്രൈബ് 90-91. എന്താണ്? എനിക്ക് തോന്നുന്നു ഞാൻ ഡിലേ ആവുന്നതിനായിരിക്കും. പ്രത്യേകിച്ച് ഡിലേ ആവുന്നതിൻ്റെ പ്രത്യേകിച്ച് ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻറ്റ് ക്ഷാമം. ഞാനിപ്പോൾ കണ്ടൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി കൂടെയാണ് ഈ വീഡിയോ ഇട്ടത്. കാരണം ഒരു വീഡിയോ ഇപ്പം അടുപ്പിച്ച് ഇതിനെ മാത്രം ചർച്ച ചെയ്യാൻ വേണ്ടി അടുപ്പിച്ച് വീഡിയോ ഇട്ടൊരു കാര്യമില്ല. എന്തെങ്കിലും ഒരു കാരണം, ഞാൻ വീഡിയോ ഇടാത്ത കാരണം എല്ലാം അറിയണമെങ്കിൽ ഒറ്റ ക്ലിക്കിൽ പോകണം, മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ആയിട്ട് ഞാൻ വന്നത്. ഇപ്പം പലരും മനസ്സിൽ പറയും, നീ ആരാടാ? പലരും ചിലപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് അടിച്ച് പോയിട്ടുണ്ടാവും, സ്കിപ്പ് അടിക്കാതെ കാണുന്നവരുണ്ടാവും. എങ്കിലും സ്കിപ്പ് അടിക്കാതെ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളൂ ഇത്രയേ ഉള്ളൂ: നിങ്ങൾ ലൈഫ് ജയിക്കും. കാരണം എൻ്റെ ഈ അധികം സബ്സ്ക്രൈബ് ഇല്ലാത്ത ഒരു ചാനലിൽ നിങ്ങൾ ഈ വീഡിയോ ഇത്ര നേരം കാണണമെങ്കിൽ നിങ്ങൾക്ക് എത്ര നല്ല മനസ്സുണ്ടോയെന്ന് എനിക്ക് മനസ്സിലാവും. ഓക്കെ, പക്ഷേ ഇനി മുതൽ ഞാൻ ഒരു കണ്ടൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, വ്ളോഗ്. ഓക്കെ, വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പക്ഷെ അത് എപ്പോഴൊക്കെ വരുമെന്ന് എനിക്കൊരു പ്ലാനും ഇല്ല. കാരണം എനിക്ക് തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എൻ്റെ ഫേസ് ഇതുവരെ ഈ ചാനൽ റിവ്യൂ ചെയ്തിട്ടില്ല, എൻ്റെ മറ്റേ ചാനൽ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഈ ചാനൽ പുതിയ ഓഡിയൻസ് ഉണ്ടല്ലോ, അപ്പോൾ അവർക്കറിയത്തില്ലല്ലോ എൻ്റെ ഫേസ്, എൻ്റെ മുഖം ഏതാണ്, ഞാൻ ആരാണെന്നൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു ഇതുകൊണ്ട് വരാനും വേണ്ടിയാണ് ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എൻ്റെ കണ്ടൻറ്റ് കിട്ടാത്തപ്പോൾ, മീൻസ് കണ്ടൻറ്റ് ഇല്ല, അപ്പോൾ ഞാൻ വിചാരിച്ചു വ്ളോഗ് തുടങ്ങാം. ഓക്കെ, നല്ല കണ്ടൻറ്റൊക്കെ വെച്ച് വ്ളോഗ് തുടങ്ങാൻ വെച്ചു. പിന്നെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് ഞാൻ വിചാരിച്ചു, ഈ ചാനൽ വീഡിയോ ഇടുന്നത് കുറച്ച് ഡിലേ ആണ്, എനിക്ക് ഡെയിലി വീഡിയോ ഇടാൻ കഴിയും. ഓക്കെ, പക്ഷേ ഈ ചാനൽ വീഡിയോ ഇടുമ്പോൾ ഈ ചാനൽ ഉണ്ടാക്കിയത് തന്നെ എനിക്ക് വേറെ കണ്ടൻറ്റ് രീതി ഉണ്ടാക്കിയത്. പക്ഷേ ആ കണ്ടൻറ്റ് ഇപ്പം കിട്ടുന്നില്ല. ഗെയിമിംഗ് കണ്ടൻറ്റാണ് ഞാൻ നോക്കിയത്. ഗെയിമിംഗ് ഒക്കെ എല്ലാവർക്കും കിട്ടും, പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന ഗെയിമേ എനിക്ക് കിട്ടുന്നില്ല, മനസ്സിലായില്ലേ? അപ്പം ഒരു PC ഒക്കെ ഉണ്ടെങ്കിൽ കിടിലാക്കും. ഫോൺ ചെയ്യുന്ന സമയത്ത്, എൻ്റെ ഒരു പൊട്ട ഫോൺ വരുന്ന സമയത്താണ് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഈ ചാനൽ ഓക്കെ, ആ പൊട്ട ഫോണിൽ തന്നെയാണ് മറ്റേ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. 100 സബ്സ്ക്രൈബ് 120 1000 സബ്സ്ക്രൈബ് അടിച്ചത്. പക്ഷെ ആ ചാനൽ പോയി. ആ പൊട്ട ഫോൺ വെച്ചാൽ പിന്നെ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പകുതിക്ക് വെച്ച്
നിർത്തി. ആ ഫോണ് ഞാൻ ഫുള്ള് കംപ്ലൈൻ്റ് ആയി. ഓക്കെ, അതിന് ശേഷമാണ് ഈ ചാനൽ പാസ്വേഡൊക്കെ ഞാൻ എന്തെങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ചിട്ട് ഞാൻ പുതിയ ഫോൺ എടുത്തു, അത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം പുതിയ ഫോൺ എടുത്തിട്ട് ഈ ചാനൽ ഇട്ട വീഡിയോ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 4 വീഡിയോ 5 വീഡിയോ അങ്ങനെ കാണത്തുള്ളൂ. ഷോർട്സ് ഒരു 6 വീഡിയോ കാണും. അപ്പോൾ ഇങ്ങനെ വീഡിയോ ഇട്ട് ഈ പുതിയ ഫോൺ എടുത്തിട്ട്, അപ്പോൾ പുതിയ ഫോൺ ഏതാണെന്നൊക്കെ ഞാൻ പറയാം. അതിനെക്കുറിച്ചൊക്കെ ഈ വ്ളോഗൊക്കെ എടുത്ത് പറയാം. വ്ളോഗ് എടുക്കുന്നുമുണ്ട്, പക്ഷേ എടുക്കുമ്പോൾ ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിൽ എപ്പോഴും കാണുമല്ലോ. കാരണം ഇത്ര ആൾക്കാർ കാണുന്ന ഒരു ആപ്പാണ്. ഇതിനകത്ത് വന്നിട്ട് ഞാനൊരു വീഡിയോ എടുത്തിടുമ്പോൾ എന്നെ കൊണ്ട് കഴിയുന്നത്രയും നല്ല ക്വാളിറ്റി നിങ്ങളെ കാണിക്കണമെന്നുള്ളത് എൻ്റെ ഒരു കടമയാണ്. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്ത് പോകുന്നത്. ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. എൻ്റെ പഴയ വീഡിയോ ഒക്കെ ഈ ചാനൽ ഫസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ കാണാം, അറിയാൻ പറ്റും. അവിടുന്ന് ഏത് ലെവലിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അപ്പോഴൊക്കെ ക്വാളിറ്റി ഇല്ല, സൗണ്ടും ഇല്ല. പക്ഷെ ഇപ്പോഴൊക്കെ ഏത് ലെവലിലാണ് എൻ്റെ ചാനൽ ഞാൻ ഉദ്ദേശിച്ചതിനപ്പുറം പോയിട്ടുണ്ട്. ഓക്കെ, ഇടയ്ക്കൊക്കെ ഷോർട്സൊക്കെ ഭയങ്കര വ്യൂ ആയിരുന്നു. ഞാൻ കുറച്ച് നല്ല ബ്രേക്ക് എടുത്തപ്പോൾ ആ വ്യൂ ഒക്കെ പോയി. എനിക്കറിയാം 2-3 യൂട്യൂബ് ആകുമ്പോൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം. നമ്മൾ വലിയൊരു ബ്രേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും നമ്മളെ മറക്കുമെന്ന് അറിയാം. പക്ഷേ ബ്രേക്ക് എടുക്കേണ്ടി വന്നപ്പോൾ ബ്രേക്ക് എടുത്തു. പക്ഷേ അങ്ങനെയല്ലല്ലോ, നമുക്ക് ബ്രേക്ക് എടുക്കാം, പക്ഷേ നമ്മൾ വീടുന്നതിന് പിന്നെ ആ റീച്ച് ഉണ്ടാവില്ലല്ലോ. പക്ഷെ അതാണ് എനിക്കിപ്പോൾ സംഭവിച്ചത്. എൻ്റെ ചാനൽ ഫുള്ള് ഡെഡാണ്. ഓക്കെ, ഈ ചാനൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പേരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, ഈ ചാനൽ ഡെഡാണ്. പക്ഷേ എനിക്ക് ഈ ചാനൽ തിരിച്ചു കൊണ്ടുവരണം. ഓക്കെ, അതിനായാണ് ഞാൻ പറഞ്ഞത് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, DHT ഒറിജിൻ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിന് താമസിക്കാതെ തന്നെ വ്ളോഗൊക്കെ വരും. പിന്നെ ഞാൻ പറയാനുള്ളത് ഓരോ മാസത്തിൽ ഒരു വീഡിയോ ഒക്കെ ആയിരിക്കും വരുന്നത്. കാരണം ഈ ചാനലൊന്നും എനിക്ക് അധികം വീഡിയോ ഇടാൻ കഴിയത്തില്ല. എന്നല്ല, +1 ആണ്. ഇപ്പോൾ +1 +2 ഇനി 2 വർഷം കൂടി. 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡെയിലി വീഡിയോ ട്രൈ ചെയ്തല്ല ഇടാം. ഓക്കെ, കുറച്ച് 2 വർഷം കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്യും. അതുവരെ ഞാൻ കുറേ എല്ലാ വീഡിയോയിലും പറയും ഇനി മുതൽ ഡെയിലി വീഡിയോ എന്ന്. പക്ഷെ അത് സാധിക്കും. അപ്പോൾ ഇനി മുതൽ എനിക്ക് സാധിക്കുന്ന കാര്യം പറയാം. എല്ലാ മാസവും വീഡിയോ വന്നിരിക്കും. എല്ലാ മാസമാണ് കറക്റ്റ് ഡേറ്റ് ഒന്നും ഞാൻ പറയുന്നില്ല. മാസത്തിൽ ഒരു വീഡിയോ വെച്ച് വന്നിരിക്കും. ഓക്കെ, മാസത്തിൽ ഒരു വീഡിയോ വെച്ച് വന്നിരിക്കും. അപ്പോൾ അടുത്ത മാസം തൊട്ടാണോ വ്ളോഗ് തുടങ്ങുന്നതെന്നൊന്നും ഞാൻ പറയുന്നില്ല. വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീഡിയോ വരും. ഇനി ഈ ചാനൽ വീഡിയോ ഇടുന്നത് വ്ളോഗായിട്ടായിരിക്കും. എൻ്റെ മൈ ഫസ്റ്റ് വ്ളോഗ് എന്ന് പറഞ്ഞായിട്ടായിരിക്കും ഈ ചാനൽ വീഡിയോ വരിക. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഞാൻ ഒരു സെക്കൻഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചാനലിൻ്റെ പേര് DH ലിയോ. വേണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ വീഡിയോയുടെ ചാനൽ ലിങ്ക് പേസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ നേരെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാനായിരിക്കും. ഒരു സുപ്രയുടെ DP ഇട്ട ചാനൽ. അത് പ്രത്യേകിച്ച് ഞാൻ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അത് ഞാൻ ഡെയിലി വീഡിയോ ഇടും. ഓക്കെ, ഷോർട്സാണ് കൂടുതൽ ഇടുന്നത്. ഷോർട്സ് വീഡിയോ ആണ് അതിന് കൂടുതൽ ഇടുന്നത്. ലോങ്ങൊക്കെ വല്ലപ്പോഴും ആണ്ടിലെ ഒരിക്കൽ വന്നു. ഓക്കെ, ലോങ്ങൊക്കെ അങ്ങനെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ചാനൽ ഷോർട്സും ലോങ് വീഡിയോ ഉണ്ട്. ആ ചാനലിലും ഉണ്ട് ഷോർട്സും ലോങ് വീഡിയോ. പക്ഷേ കൂടുതൽ ഇത് അപ്ലോഡ് ചെയ്യുന്നത് ഷോർട്സ് വീഡിയോ ആണ്. അടുത്ത് വണ്ടി ഞാനൊരു വണ്ടി പ്രാന്തനാണ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ ചാനൽ വണ്ടി പ്രാന്തന്മാരുടെ ചാനലാക്കി മാറ്റാം. പക്ഷെ ഞാൻ മാറ്റുന്നില്ല. കാരണം ഈ ചാനൽ കൊണ്ട് എനിക്ക് വേറൊരു പറഞ്ഞില്ല വ്ളോഗ് രീതി മാറ്റണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇതാക്കിയത്, ഈ ചാനൽ കുറച്ച് ഡൗൺ ആക്കിയത്. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് ഉയർന്നു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ മറ്റേ ചാനൽ ഞാൻ പറഞ്ഞു DH ലിയോ, അത് എൻ്റെ സെക്കൻഡ് ചാനലാണ്. സപ്പോർട്ട് ചെയ്യുക. വണ്ടി പ്രാന്തമായ നിങ്ങൾ കൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കും എല്ലാവർക്കും ആ ചാനൽ ലിങ്ക് അയച്ചു കൊടുക്കുക. വ്ളോഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനൽ അയച്ചു കൊടുക്കുക. വ്ളോഗ് വരും. ഓക്കെ, അടുത്ത മാസമാണെന്ന് പറയുന്നില്ല. ഇതിപ്പം ജൂൺ. ഓക്കെ, ജൂലൈ പറയല്ലേ, ഓരോ മാസം തോറായിരിക്കും വീഡിയോ വരുന്നത്. അപ്പോൾ വ്ളോഗ് ഞാൻ പറഞ്ഞല്ലോ ഇനി മറ്റേ വ്ളോഗായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാന്നേ ഉള്ളൂ അടുത്ത ജൂലൈ വരാൻ പോകുന്ന ഒരു വീഡിയോ ഒരു വ്ളോഗ് തന്നെയാണ്. അത് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഉടനെ. ജൂലൈ
ഫസ്റ്റ് വീക്ക് തന്നെ വീഡിയോ ഇടാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇതല്ലോ ഇന്നും മറ്റേ ചാനൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മീൻസ് അത് ഡെയിലി വീഡിയോ ഇടും. ഓക്കെ. അതുപോലും അതെനിക്ക് പറ്റിയില്ലെങ്കിലും ഞാൻ വേറെ ആളെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കും. കാരണം ഈ ചാനൽ ഡൗൺ ആയ പോലെ അത് ഡൗൺ ആക്കാൻ സമ്മതിക്കത്തില്ല. കാരണം അത് ഞാൻ സൈഡിൽ കൂടെ ബിസിനസ് ചെയ്തുകൊണ്ട് പോകുന്നത് ചാനലല്ല. മീൻസ് സൈഡിൽ കൂടെ വേറെ കണ്ടന്റ് പിടിച്ച് പോകുന്നതാണ്. വണ്ടിപ്രാന്ത് കണക്ക് വേണ്ടിയുള്ള കണ്ടന്റ് പിടിച്ച് പോകുന്ന ചാനൽ. ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ചാനൽ നടത്തി പോകും അങ്ങനെയൊന്നുമില്ല. ചാനൽ 2 ഇരട്ടി പവറായിട്ട് തിരിച്ചു വരും. ഓക്കെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. വ്ളോഗ് ചെയ്യണോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞാൻ ചെയ്തത് വെച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ പറയുക, അത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറക്കണ്ട സെക്കൻഡ് ചാനൽ DH ലിയോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി മുതൽ എല്ലാ മാസമായിരിക്കും ഈ ചാനൽ വീഡിയോ വരുന്നത്. ഇത് ജൂൺ, ഇനി അടുത്ത ജൂലൈ നമുക്ക് കാണാം. ഓക്കെ. ബൈ.